യൂണിവേഴ്സിറ്റിയുടെ CRG ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ 26ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. എക്സ്പ്ലെയിൻ ദ റോൾ പ്ലേഡ് ബൈ എ ഡയറക്ടർ ആസ് എ ട്രസ്റ്റി. ഡയറക്ടർ ഒരു ട്രസ്റ്റി അഥവാ വിശ്വസ്ത സൂക്ഷിപ്പുകാരൻ എന്നാണ് ഈ ട്രസ്റ്റി എന്ന വാക്കിന്റെ അർത്ഥം. എന്ന കമ്പനിയുടെ ഒരു വിശ്വസ്ത, കമ്പനിയുടെ ആസ്തികളുടെ സ്വത്തുക്കളുടെ ഒക്കെ ഒരു വിശ്വസ്ത സൂക്ഷിപ്പുകാരനാണ് ഡയറക്ടർ. ഈ വാക്കിന്റെ അർത്ഥം ഒന്ന് വിശദമാക്കാം. ഇതാണ് നമ്മുടെ ചോദ്യം. ചോദ്യത്തിന് ആശയം മനസ്സിലായാൽ പിന്നെ നമുക്കത് ഉത്തരം എഴുതുക ലളിതമാണ്. ആസ് എ ട്രസ്റ്റി, ഒരു കമ്പനിയുടെ സ്വത്തുവകകൾ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്തമുള്ള ട്രസ്റ്റി എന്ന നിലയിൽ എ ഡയറക്ടർ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ, ഒരു നിർണായകമായ സ്ഥാനമാണ്, പങ്കാണ് അദ്ദേഹത്തിൻ്റെത് ഇൻ മാനേജിങ് ആൻഡ് പ്രൊട്ടക്ടിങ് ദ കമ്പനീസ് അസറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. കമ്പനിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, കമ്പനിയുടെ സ്വത്തുക്കൾ സംരക്ഷിക്കുക, അവയെ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുക, അതാണ് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം. ഇതൊക്കെ അദ്ദേഹമാണ് ചെയ്യേണ്ടത്. ഹിയർ ആർ സം കീ ആസ്പെക്ട്സ് ഓഫ് എ ഡയറക്ടേഴ്സ് റോൾ ആസ് എ ട്രസ്റ്റി. ഒരു ഡയറക്ടർ ട്രസ്റ്റി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടുന്ന, നിർവഹിക്കേണ്ടതായ റോള് ഇവിടെ താഴെ പറയുന്നു. അദ്ദേഹത്തിന്റെ ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടിയാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡയറക്ടർ ആസ് ട്രസ്റ്റി ഓസ് എ ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി ടു ദ കമ്പനി. കമ്പനിയിലെ ട്രസ്റ്റി എന്ന നിലയിൽ ഒരു ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി അദ്ദേഹത്തിന് ഉണ്ട് എന്നർത്ഥം. എന്താണ് ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ? കമ്പനിയുടെ ഓഹരി ഉടമകൾ അല്ലെങ്കിൽ കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഗവൺമെന്റ്, അങ്ങനെ എല്ലാവരുടെയും ഏറ്റവും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏറ്റവും ഉചിതമായ നടപടിക്രമം സ്വീകരിക്കണം. ആ രീതിയിലൊരു തീരുമാനമാണ് അദ്ദേഹം എടുക്കേണ്ടത്. അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യം സംരക്ഷിക്കാനല്ല, മറിച്ച് കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അതിന്റെ ഏറ്റവും നല്ലതെന്തോ ആ നല്ലതിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു നിലപാടാണ് ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ അസറ്റ് മാനേജ്മെന്റും അദ്ദേഹത്തിൻ്റെതായിട്ട് നമുക്ക് പറയേണ്ടതുണ്ട്. ഡയറക്ടേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ആൻഡ് പ്രൊട്ടക്ടിങ് ദ കമ്പനീസ് അസറ്റ്സ്. കമ്പനിയുടെ ആസ്തികൾ മാനേജ് ചെയ്യുന്നതിനും പ്രൊട്ടക്ട് ചെയ്യുന്നതിനും അവർ ഉത്തരവാദികളാണ്. ഇൻക്ലൂഡിങ് പ്രോപ്പർട്ടി, എന്തൊക്കെയാണ്? കമ്പനിയുടെ സ്വത്തുവകകൾ, ഇൻവെസ്റ്റ്മെന്റ്സ്, കമ്പനി എവിടെയൊക്കെയാണോ നിക്ഷേപിച്ചിട്ടുള്ളത് ആ നിക്ഷേപം, ആൻഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, ബൗദ്ധിക സ്വത്ത്, ഇവയുമൊക്കെയായിട്ട് മാനേജ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. ഇനി സ്റ്റുവേർഡ്ഷിപ്പാണ്. ഡയറക്ടേഴ്സ് മസ്റ്റ് ആക്ട് ആസ് സ്റ്റുവേർഡ്സ് ഓഫ് ദ കമ്പനീസ് റിസോഴ്സസ്. കമ്പനിയുടെ വിഭവങ്ങളുടെ ഒരു സ്റ്റുവേർഡായിട്ട്, ഒരു ഉത്തമ സൂക്ഷിപ്പുകാരനായിട്ട് അദ്ദേഹം പ്രവർത്തിക്കണം. അതായത് എൻഷുറിങ് ദേ ആർ യൂസ്ഡ് എഫിഷ്യൻ്റ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി. കമ്പനിയുടെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണ്? പണം ഒരു വിഭവമാണ്, കമ്പനിയുടെ സ്വത്തുവകകൾ ഒരു വിഭവമാണ്. ഇതൊക്കെ കാര്യക്ഷമമായി വിനിയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അടുത്തത് അക്കൗണ്ടബിലിറ്റി. Directors are accountable for their actions and decisions and must be prepared to explain and justify them to the stakeholders. അവർ എന്ത് നിലപാട് സ്വീകരിച്ചാലും എന്ത് നടപടി സ്വീകരിച്ചാലും അവരുടെ തീരുമാനങ്ങൾക്കും നടപടികൾക്കും അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ആരോട്? കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട്. ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്? കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് തീർച്ചയായിട്ടും കമ്പനി നന്നായാൽ അതുകൊണ്ട് ഗുണമുണ്ടാകുന്ന ആദ്യത്തെ കക്ഷിയാണ്. കമ്പനിയുടെ തൊഴിലാളികൾ സ്റ്റേക്ക് ഹോൾഡറാണ്, അവരും കമ്പനിയുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ്. കമ്പനിയുടെ കടം കൊടുത്തിരിക്കുന്ന ക്രെഡിറ്റേഴ്സ് സ്റ്റേക്ക് ഹോൾഡറാണ്. കാരണം ബാങ്കുകളൊക്കെ കമ്പനിക്ക് കടം കൊടുത്തിട്ടുണ്ടാകും. കമ്പനി നന്നായാൽ മാത്രമാണ് അവർക്ക് അവരുടെ പണമൊക്കെ തിരിച്ചു കിട്ടുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ കമ്പനി രക്ഷപ്പെടട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. അപ്പോൾ കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് തീർച്ചയായിട്ടും അവര് ഉത്തരം പറയാൻ ബാധ്യതയുള്ളവരാണ്. അതാണ് കണക്ക് ബോധിപ്പിക്കാനുള്ള ചുമതല അക്കൗണ്ടബിലിറ്റി ഡയറക്ടർമാർക്കുണ്ടെന്ന് പറയുന്നത്. ഒപ്പം തന്നെ രഹസ്യ സ്വഭാവം നിലനിർത്തുക, സൂക്ഷിക്കുക എന്ന ഒരു ചുമതല കൂടി. കോൺഫിഡൻഷ്യാലിറ്റി. ഡയറക്ടേഴ്സ് മസ്റ്റ് മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഓഫ് ദ കമ്പനി ആൻഡ് ദേ ഷുഡ് അവോയ്ഡ് കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ്. അവര് കമ്പനിയുടെ വളരെ സെൻസിറ്റീവായ വിവരങ്ങൾ രഹസ്യ സ്വഭാവത്തോടെ നിലനിർത്താൻ ഉത്തരവാദികളാണ്. അതുകൊണ്ട് തന്നെ താല്പര്യ സംരക്ഷണത്തെ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഡ്യൂട്ടി ഓഫ് കെയർ ആണ്. അതായത് ഡയറക്ടേഴ്സ് മസ്റ്റ് എക്സസൈസ് റീസണബിൾ കെയർ ആൻഡ് സ്കിൽ ഇൻ ദർ ഡിസിഷൻ മേക്കിംഗ്. അവരുടെ ഡിസിഷൻ മേക്കിങ്ങില്, അവരുടെ തീരുമാനമെടുക്കലില് ന്യായമായ ഒരു ശ്രദ്ധയും ന്യായമായ നൈപുണ്യവും അവർ പുലർത്തണം എന്ന കാര്യം വളരെ നിർബന്ധമാണ്, കണിശമാണ്. എങ്കിൽ എൻഷുറിംഗ് ദേ ആക്ട് പ്രൂഡൻഷ്യലി ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി. വളരെ സത്യസന്ധതയോടും കമ്പനിയുടെ ഏറ്റവും ഉത്തമ താല്പര്യ സംരക്ഷണാർത്ഥവും അവർ നിലകൊള്ളും എന്ന് ഉറപ്പുവരുത്തുകയാണ്. അവരുടെ ശ്രദ്ധ, ജാഗ്രത കാണിക്കണം എന്നതുകൊണ്ട് അർത്ഥാകുന്നു. ശ്രദ്ധയും ജാഗ്രതയും കാണിക്കാതെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അവർ അധർമ്മം പ്രവർത്തിക്കുന്നു, അവർ അവിശ്വസ്തത കാണിക്കുന്നു, അഥവാ
പ്രുഡൻഷ്യാലിറ്റി ഇല്ല എന്ന് പറയേണ്ടി വരും, സത്യസന്ധത പുലർത്തുന്നില്ല എന്നർത്ഥം. ഇനി ലോയാലിറ്റി ആണ്, വിശ്വസ്തതയാണ്. ഡയറക്ടേഴ്സ് മസ്റ്റ് ആക്ട് വിത്ത് ലോയാലിറ്റി ടു ദ കമ്പനി. കമ്പനിയുടെ വളരെ വിശ്വസ്തയോടുകൂടി മീൻസ് പെരുമാറാൻ അവര് തയ്യാറാവണം. അവോയ്ഡിങ് എനി ആക്ഷൻസ് ദാറ്റ് കുഡ് ഹാം ദ കമ്പനി. കമ്പനിക്കും അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ദോഷം വരുത്തുന്ന ഏതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും അവർ വിട്ടുനിൽക്കണം എന്നാണ്, വിശ്വസ്തത കാണിക്കണം എന്ന് പറഞ്ഞതിന്റെ മറ്റൊരർത്ഥം. ഇനി കംപ്ലയൻസ്. ഡയറക്ടേഴ്സ് മസ്റ്റ് എൻഷുർ ദ കമ്പനി കംപ്ലൈസ് വിത്ത് ഓൾ റെലവെന്റ് ലോസ്. ഡയറക്ടർമാരാണ് ഈ കാര്യം ഉറപ്പുവരുത്തേണ്ടത്. കമ്പനി നിലവിൽ ഇരിക്കുന്ന എല്ലാ നിയമങ്ങളും ഒത്ത് അതിന് പൊരുത്തപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ചുമതല. ഒപ്പം തന്നെ റെഗുലേഷൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, നിയമനിയന്ത്രണങ്ങൾ, അതുപോലെ തന്നെ നിശ്ചിത നിലവാരങ്ങൾ, അതിന് ഒക്കെ ഒത്തു ഇണങ്ങിയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. ഒപ്പം തന്നെ ബൈ ഫുൾഫില്ലിംഗ് ദീസ് റെസ്പോൺസിബിലിറ്റീസ്, ഈ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുന്നതിലൂടെ ഡയറക്ടേഴ്സ് ക്യാൻ എൻഷുർ ദ കമ്പനീസ് അസറ്റ്സ്. കമ്പനിയുടെ ഡയറക്ടർമാർക്ക് ഒരു കാര്യം ഉറപ്പുവരുത്താം, കമ്പനിയുടെ ആസ്തികൾ ആൻഡ് ഇൻട്രസ്റ്റ് ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് മാനേജ്ഡ് ഇഫക്റ്റീവ്ലി. കമ്പനിയുടെ അസറ്റ്സും അതുപോലെ തന്നെ താല്പര്യങ്ങളും ഫലപ്രദമായി മാനേജ് ചെയ്യപ്പെടുന്നു, സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. ഈ പറഞ്ഞ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കണം. അൾട്ടിമേറ്റ്ലി, ആത്യന്തികമായി ബെനഫിറ്റിംഗ് ദ കമ്പനി ആൻഡ് ഇറ്റ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. കമ്പനിക്കും അതിന്റെ ഗുണഭോക്താക്കൾക്കും സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അതിന്റെ പ്രയോജനം തീർച്ചയായിട്ടും ലഭിക്കും. നമ്മൾ മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നു. 27ാമത്തെ ചോദ്യമാണ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ മോഷൻ ആൻഡ് റെസൊല്യൂഷൻ. എന്താണ് ഒരു മീറ്റിങ്ങില് നമ്മൾ മുന്നോട്ട് ചർച്ചയ്ക്ക് വെക്കുന്ന ഒരു പ്രപ്പോസലോ ഒരു സബ്ജക്റ്റോ ഒരു ടോപ്പിക്കോ ആണ് മോഷൻ എന്ന് പറയുന്നത്. പക്ഷേ ആ മോഷന് തീരുമാനമെടുക്കാൻ എല്ലാവരും അതിന്റെ ഭേദഗതികളൊക്കെ നിർദ്ദേശിച്ച് അന്തിമ തീരുമാനമെടുത്ത് അത് പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ അതിനെ പിന്നെ മോഷൻ എന്നല്ല വിളിക്കുക, അത് റെസൊല്യൂഷൻ എന്നാണ് വിളിക്കുക. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മോഷൻ ഈസ് എ പ്രപ്പോസൽ പുട്ട് ബിഫോർ എ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിന് മുമ്പിൽ ആലോചനയ്ക്കായി മുന്നോട്ട് വയ്ക്കപ്പെടുന്ന ഒരു ആശയമാണ് മോഷൻ എന്ന് പറയുന്നത്. എന്നാൽ റെസൊല്യൂഷൻ അങ്ങനെയല്ല. മോഷന് മുന്നോട്ട് വെച്ചതിന്റെ മേൽ തീരുമാനമെടുത്ത് അന്തിമ തീരുമാനമായ കാര്യമാണ് റെസൊല്യൂഷൻ. സോ റെസൊല്യൂഷൻ ഈസ് എ ഡിസിഷൻ ഓൺ ദ പ്രപ്പോസൽ. അങ്ങനെ മുന്നോട്ട് ഏതെങ്കിലും ഒരു മെമ്പർ മുന്നോട്ട് വെച്ച പ്രപ്പോസലിന്മേൽ ഡിസിഷൻ എടുത്തതാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. എ മോഷൻ ഈസ് എ പ്രപ്പോസ്ഡ് റെസൊല്യൂഷൻ, അതായത് മുന്നോട്ട് വയ്ക്കപ്പെടുന്ന ഒരു റെസൊല്യൂഷൻ ആണ്. റെസൊല്യൂഷൻ ആകാൻ വേണ്ടി പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കപ്പെട്ടതാണ് മോഷൻ എങ്കിൽ റെസൊല്യൂഷൻ ഈസ് എ മോഷൻ എഗ്രീഡ് ബൈ ദ മീറ്റിംഗ്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് എഗ്രി ചെയ്ത ഒരു മോഷൻ ആണ് റെസൊല്യൂഷൻ എന്ന പേര് വിളിക്കപ്പെടുക. എ മോഷൻ ക്യാൻ ബി അമെൻഡ്. മോഷൻ നമുക്ക് ഭേദഗതി വരുത്താവുന്നതാണ്. മറ്റൊരു വ്യക്തിക്ക്, ഒരാൾ മുന്നോട്ട് വയ്ക്കുന്ന മോഷൻ മറ്റൊരു വ്യക്തിക്ക് അതിലെ പുതിയ സജഷനുകൾ ആഡ് ചെയ്തുകൊണ്ടോ അതിൽ നിലവിലുള്ള സജഷനുകൾ പലതും പരിഷ്കരിക്കാൻ ഭേദഗതി പറഞ്ഞുകൊണ്ടോ ഒക്കെ അതിന് അമെൻഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ റെസൊല്യൂഷന് അമെൻഡ് ചെയ്യാൻ സാധിക്കില്ല. റെസൊല്യൂഷൻ ഓൾറെഡി അത് ഫൈനലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞതാണ്. എ മോഷൻ ഷുഡ് ബി മൂവ്ഡ് ആൻഡ് സെക്കൻഡ്. ഒരു മോഷൻ ഒരാൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ മറ്റൊരാൾ അതിനെ സെക്കൻഡ് ചെയ്യണം, പിന്താങ്ങാൻ ഉണ്ടാകണം. അങ്ങനെയാണ് മോഷന്റെ കാര്യത്തിൽ ഉള്ളത്. ഇൻ ദ കേസ് ഓഫ് എ റെസൊല്യൂഷൻ നോ സച്ച് ഫോർമാലിറ്റീസ് ആർ നെസസറി. റെസൊല്യൂഷൻ തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. അതിന് ഇനി ഒരാൾ മൂവ് ചെയ്യുകയോ മറ്റൊരാൾ സെക്കൻഡ് ചെയ്യുകയോ ചെയ്യേണ്ട അത്തരം നടപടിക്രമങ്ങൾ ആവശ്യമില്ല. ഇനി എമോഷൻ ഈസ് നോട്ട് ദ വിൽ ഓഫ് ദ മീറ്റിംഗ്. ഒരു മോഷൻ എന്ന് പറയുന്നത് മീറ്റിംഗിന്റെ വിൽ അല്ല, മീറ്റിംഗിന്റെ ഇച്ഛ, അന്തിമ തീർപ്പ് ഒന്നുമല്ല. ഇറ്റ് ക്യാൻ ബി വിഡ്രോൺ വിത്ത് ദ കൺസെന്റ് ഓഫ് ദ മീറ്റിംഗ്. മോഷൻ നമുക്ക് പിൻവലിക്കാം, മീറ്റിംഗിന്റെ അനുമതിയോടെ അത് പിൻവലിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ റെസൊല്യൂഷൻ കനോട്ട് ബി വിഡ്രോൺ. പക്ഷേ ഒരു റെസൊല്യൂഷൻ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എ മോഷൻ ഈസ് നോട്ട് പാർട്ട് ഓഫ് ദ മിനിറ്റ്സ്. ഒരു മോഷൻ എന്ന് പറയുന്ന മിനിറ്റ്സിന്റെ ഭാഗമേ അല്ല. മോഷൻ നടന്നത് മിനിറ്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. കമ്പനി മീറ്റിംഗിൽ എന്തൊക്കെ ചർച്ച ചെയ്തു, എന്തൊക്കെ നടന്നു എന്നുള്ളത് കമ്പനി സെക്രട്ടറി അടക്കം രേഖപ്പെടുത്തണം. അത് ചെയ്തിട്ടുണ്ടോ എന്ന് ഡയറക്ടർ ഉറപ്പുവരുത്തണം. ഇതൊക്കെയാണ് ചെയർമാൻ ഉറപ്പുവരുത്തണം. ഇതൊക്കെയാണ്. പക്ഷേ എ മോഷൻ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ മിനിറ്റ്സ്. മിനിറ്റ്സിന്റെ ഭാഗമല്ല മോഷൻ. പക്ഷേ റെസൊല്യൂഷൻ മിനിറ്റ്സിന്റെ ഭാഗമാണ് കേട്ടോ. മോഷൻ സ്റ്റാർട്ട്സ് വിത്ത് ദ വേർഡ്സ് ടു റിസോൾവ്. മോഷൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? തീരുമാനിക്കാൻ വേണ്ടി ഇതാ മുന്നോട്ട് വയ്ക്കുന്നത്. ടു റിസോൾവ്, റിസോൾവ് ചെയ്യാനുള്ളത് എന്നാണ്. There are 3 types of motions. ഇനി മോഷനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞോട്ടെ. മെയിൻ മോഷൻ, ഫോർമൽ മോഷൻ, സബ്സ്റ്റാൻഷ്യൽ മോഷൻ എന്നിങ്ങനെ 3 തരം മോഷനുകൾ ഉണ്ട്. മെയിൻ മോഷൻ, ഫോർമൽ മോഷൻ, ഔപചാരിക മോഷൻ, പിന്നെ സബ്സ്റ്റാൻഷ്യൽ മോഷൻ എന്നിവയുണ്ട്. എന്നാൽ റെസൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തെന്നാണ്? റിസോൾവ് എന്ന വാക്കുകൊണ്ടാണ്. റെസൊല്യൂഷൻ സ്റ്റാർട്ട്സ് വിത്ത്, മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ടു റിസോൾവ് എന്ന വാക്കുകൊണ്ടാണെങ്കിൽ റെസൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് റിസോൾവ് എന്ന വാക്കുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇനി there are 2 types of resolutions. ഏതൊക്കെയാണ്? ഓർഡിനറി റെസൊല്യൂഷൻ ആൻഡ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഓർഡിനറി റെസൊല്യൂഷൻ ഒക്കെ സിമ്പിൾ മെജോറിറ്റി മതി. പക്ഷേ സ്പെഷ്യൽ റെസൊല്യൂഷൻ സിമ്പിൾ മെജോറിറ്റി പോരാ. ഇതാണ് നമ്മൾ അടുത്ത നമുക്ക് 27ാമത്തെ ചോദ്യം. വാസ്തവത്തിൽ മറ്റൊന്നുകൂടി ഉണ്ട്. What are the requisites of a valid meeting?
ഒരു വാലിഡ് മീറ്റിങ്ങിന് എന്തൊക്കെ റിക്വസൈറ്റ്സ് വേണം? നമുക്ക് അജണ്ട വേണം, അതുപോലെ തന്നെ എന്താണ് ക്വാറം വേണം, ഇങ്ങനെയുള്ള ആശയങ്ങൾ വേണം. ഒരു മീറ്റിംഗ് വാലിഡ് ആവണമെങ്കിൽ നോട്ടീസ് മുൻകൂട്ടി കൊടുത്തിരിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാനുള്ളത്. നമ്മൾ അടുത്ത വീഡിയോയിലാണ് ഈ ചോദ്യം ഡിസ്കസ് ചെയ്യുക.